ഹായ് വെൽക്കം ടു മൈ വ്ളോഗ്. സോ ഇതിൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ വ്ളോഗാണ്. ഇതിപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്ലൗസ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു ബ്ലൗസ് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫിറ്റ് നോക്കാനും പിന്നെ അത് വാങ്ങി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ വൺ ഡേ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകും. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോഴിക്കോട് പോകാനുള്ള പ്ലാനിങ് കൂടി ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് രാവിലെ കോഴിക്കോട് പോയതിന് ശേഷമായിരിക്കും ട്രിവാൻഡ്രത്തേക്ക് പോകാം. ഇതാണ് എൻ്റെ ഫ്രണ്ട് അഞ്ജന. പിന്നെ ഇവിടെ കോളിലുള്ള ആളാണ് സൂര്യ, നമ്മുടെ ബ്രൈഡ്. അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കല്യാണത്തിൻ്റെ കാര്യം. അങ്ങനെ തന്നെ സംസാരിച്ച് പിന്നെ എല്ലാവരും എക്സൈറ്റഡ് ആണ്. സ്പെഷ്യലായിട്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് ഫ്രണ്ട്. ഇത് എൻ്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ആൾക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല, കാരണം ലാസ്റ്റ് മിനിറ്റ് ലീവ് കിട്ടിയില്ല. അപ്പോൾ ആളതിൻ്റെ വിഷമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളോട്. നെക്സ്റ്റ് രാവിലെ 6:30 ട്രെയിൻ ഉള്ളത്. അപ്പോൾ നേരത്തെ എണീറ്റ് ഡ്രസ്സപ്പായി അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് വിട്ടത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോയെന്ന്. നേരത്തെ എത്തിയത് കൊണ്ട് വെറുതെ ഇരിക്കാൻ കുറേ ടൈം കിട്ടി. ട്രെയിനാണെങ്കിൽ ഓൺ ടൈമിനായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒരു ചാൻസ് എടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മളൊരു ഹാഫ് ആൻ അവർ നേരത്തെ തന്നെ എത്തി. ട്രെയിനെത്തി. ഭാഗ്യത്തിന് സീറ്റ് കിട്ടി, കാരണം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നല്ല റഷായിരുന്നു. പിന്നെ നേരെ ഇപ്പോൾ കോഴിക്കോടേക്ക് വിട്ടു. കോഴിക്കോട് എത്തിയതിന് ശേഷം നമ്മളിപ്പോൾ ഫസ്റ്റത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ലോക്കർ റൂമിൽ ലഗേജ് ഡ്രോപ്പ് ചെയ്യാനാണ്. ലോക്കർ റൂമിൽ ലഗേജ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഓട്ടോ വിളിച്ച് ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് നേരെ വിട്ടു. അങ്ങനെ നമ്മൾ SM സ്ട്രീറ്റിലേക്ക് വന്നു. ജ്വല്ലറി ഐറ്റംസ് അങ്ങനത്തെ എല്ലാം മാരേജിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഇവിടുന്ന് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്തത്. അങ്ങനെ കുറേ കടകൾ കയറിയതിന് ശേഷം എനിക്ക് വേണ്ട ബാംഗിൾസ് അറ്റ് ലാസ്റ്റ് കിട്ടി. സാരിക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ളത്. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ബാംഗിൾ. കാശ്മീരി ബാംഗിളും പ്ലസ് കുപ്പിവള അത് മിക്സ് ചെയ്തിടുന്നത്. ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു, കാരണം നല്ലോണം ചൂട് കൂടിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. മഴ പെയ്യില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു പോയിക്കൊണ്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെയും ഷോപ്പിംഗ് തുടങ്ങി. ഒരു ക്യൂട്ടായിട്ടുള്ള നൈറ്റ് വെയർ ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പ് കണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് നൈറ്റ് ഡ്രസ്സും വാങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമായി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ടോപ്പ് ഫാമിൽ കയറി. എപ്പോഴത്തെ പോലെ ലാസ്റ്റ് ബിരിയാണി ഓർഡർ ചെയ്ത് അത് കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. ഇനിയും ഒരു 2 മണിക്കൂർ പിന്നെയും ഉണ്ടായിരുന്നു. പക്ഷെ നടന്ന് പിന്നെ വയ്യാണ്ടായി. അതുകൊണ്ട് വിചാരിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ലഗേജ് എടുത്ത് നേരെ പ്ലാറ്റ്ഫോം കണ്ടെത്തി അവിടെ പോയി സെറ്റിൽ ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. ഈ ട്രിപ്പിൽ എൻ്റെ അമ്മയും കൂടി വരുന്നുണ്ട്. അപ്പോൾ അമ്മ ഓൾറെഡി ബോർഡ് ചെയ്തു കാസർഗോഡ് നിന്ന്. അങ്ങനെ ട്രെയിനെത്തി. കറക്റ്റ് ഓൺ ടൈമിലാണ്. പിന്നെ കയറി നമ്മൾ സെറ്റിലായി.
ഇതാണ് എൻ്റെ അമ്മ ലാസ്റ്റ് മിനിറ്റ് വരാമെന്ന് പ്ലാനാക്കിയത് കൊണ്ട് നമുക്ക് ഒന്നിച്ച് സീറ്റ് കിട്ടിയില്ല. ഭാഗ്യത്തിന് ഒരേ കമ്പാർട്ട്മെൻറ്റ് കിട്ടി. ഈ ട്രെയിന് ഷാർപ്പ് 11 o'clock ട്രിവാൻഡ്രത്ത് എത്താം രാത്രി. ഞാൻ അതേപോലെ ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്ക് പുറത്തത്തെ വ്യൂ ആണ്. ഓൾമോസ്റ്റ് ഒരു പെയിൻറ്റിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ ഷൊർണൂർ കടന്നു പോയാണ്. ഇതാണ് ഭാരതപ്പുഴ. ഇവിടെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പിക്ക് എടുത്തിട്ടുള്ള പണ്ട് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ. ഫൈനലി നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായി ട്രിവാൻഡ്രത്ത് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ക്യാബ് വിളിച്ചിരിക്കുക നൈറ്റ് ടൈം ആയതുകൊണ്ട് കിട്ടാൻ വളരെയധികം പാടാണ്. കുറേ ക്യാൻസൽ ചെയ്തതിന് ശേഷം അറ്റ് ലാസ്റ്റ് കിട്ടി. നമ്മൾ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാനാണ് പോകുന്നത്. നെക്സ്റ്റ് ഡേ കാണാം. അങ്ങനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അടുത്തൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ നേരെ തന്നെ നമ്മൾ ഷോപ്പിങ്ങിനാണ് ഇറങ്ങുന്നത്. കുറച്ച് അല്ലാണ്ടൊരു ഷോപ്പിംഗ് നടത്തിയതിന് ശേഷം നമ്മൾ നേരെ എം ലോഫ്റ്റിലേക്കാണ് പോകുന്നത്. എം ലോഫ്റ്റ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് വരുമ്പോൾ. അങ്ങനെ എം ലോഫ്റ്റിലെത്തി നമ്മൾ സാരി നോക്കാൻ തുടങ്ങി. ഏത് റേഞ്ച് പറഞ്ഞാലും അവർക്ക് സാരി ഉണ്ട്, അതും കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. അങ്ങനെ 1-2 സാരി എടുക്കാൻ പോയടുത്ത് നമ്മൾ 3-4-5 എടുത്തിട്ടാണ് ഇറങ്ങിയത്. കസ്റ്റമർ സർവീസ് പറയാണ്ട് വെക്കാൻ വയ്യ, നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. ത്രൂ ഔട്ട് നല്ലോണം ഹെൽപ്ഫുള്ളായിരുന്നു. അതിനുശേഷം നമ്മൾ ലുലുവിലേക്ക് പോയി, കാരണം കുറച്ച് വേറെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ലുലുവിലേക്ക് നേരെ വിട്ടു. ലാസ്റ്റ് സൗത്ത് ലൂമിലാണ് നമ്മൾ ആ ഷോപ്പിംഗ് വൈൻഡപ്പ് ചെയ്തത്. കാരണം റെഡിമെയ്ഡ് ബ്ലൗസ് നോക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയി അത് കിട്ടി. പിന്നെ നേരെ നമ്മൾ ഹോട്ടലിലേക്ക് വിട്ടു. നെക്സ്റ്റ് രാവിലെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാനായിരുന്നു പ്ലാന്. അപ്പോൾ അങ്ങനെ രാവിലെ 5:30 അമ്പലത്തിലെത്തി. 7:30 പൂജ അമ്പലത്തിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി. ലോക്കറിൽ നമ്മളെ ആക്സസറീസും അങ്ങനത്തെ എല്ലാം വെച്ച്, അവിടെ ഇപ്പോൾ പൈങ്കുണി ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് ഫുള്ളി തിരക്കും പിന്നെ ലൈറ്റും അങ്ങനെയുള്ള അലങ്കാരവും എല്ലാം ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ പൂജ കഴിഞ്ഞ ശേഷം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചാൽ അതെല്ലാം എടുത്തു. നേരെ അടുത്തുള്ള ഗണപതിൻ്റെ അമ്പലമായ പഴവങ്ങാടി ക്ഷേത്രം, അവിടെയും കൂടി പോയി തൊഴുത് പിന്നെ ആറ്റുകാലും കൂടി പോയി തൊഴുതിട്ട് നേരെ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. അങ്ങനെ ഇപ്പോൾ നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്ത് നേരെ ബ്രൈഡിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടാ പോണേ? സൂര്യൻ്റെ വീട്ടിലേക്ക് പോയായിരുന്നു. ലാസ്റ്റ് നമ്മൾ ബ്രൈഡിനെ കണ്ടിരിക്കുന്നത് അവളോട് മൈലാഞ്ചി കാണിക്കാൻ പറയുന്നതെന്ന്. പിന്നെ അത് ശേഷം നമ്മൾ ഫുഡ് കഴിച്ച്, ടൈമില്ല കാരണം കുറവാണ്. ആൾക്ക് 6 o'clock ആകുമ്പോഴത്തേക്ക് റെഡി ആയിട്ട് പോകണം. കാരണം പുടവ കൊടുക്കൽ ചടങ്ങുണ്ട്. അപ്പോൾ അതിന് കവർ ചെയ്യുന്നത് ഞാനാണ്. മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും ഹെയറിൻ്റെ കാര്യത്തിലാണ് ടാസ്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഹെയർ വെച്ച് കുറേ വട്ടം അഴിച്ചു, പിന്നെ കെട്ടി, അങ്ങനെ കുറേ ടൈം പോയി. ലാസ്റ്റ് ഈ മേക്ക് ഓവർ കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും കമൻറ്റ് ചെയ്യണം. അങ്ങനെ ബ്രൈഡിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടെല്ലാം നടത്തിയതിന് ശേഷം നമ്മളെല്ലാവരും റെഡിയായി. പിന്നെ അത് കഴിഞ്ഞ് നേരെ ബ്രൈഡിനെയും കൂട്ടി ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. കാരണം ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിരുന്നു, ഗസ്റ്റെല്ലാം വന്നു തുടങ്ങിയിരുന്നു അവിടെ.
കല്യാണ പെണ്ണ റോട്ടിലേക്ക് കൂടി നടത്തിക്കുന്നു. 5 മൂഴ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന പുടവെടുക്കൽ ചടങ്ങാണ്. ഇതിൽ ചെക്കനൊഴികെ ബാക്കി ബന്ധുക്കളെല്ലാം, ചെക്കൻ്റെ സൈഡിൽ നിന്ന് ബന്ധുക്കളെല്ലാവരും വരും. പെണ്ണിന് സാരി കൊടുക്കാൻ വേണ്ടി, കല്യാണ സാരി, അത് കൊടുക്കുന്നത് ചെക്കൻ്റെ അനിയത്തിയായിരിക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രൈഡും ഞാനും കോളേജ് ക്ലാസ്മേറ്റ്സ് ആണ്. നമ്മൾ കുറേ നാളത്തെ ഫ്രണ്ട്ഷിപ്പാണ്, മോർ ദാൻ 8 yearsൻ്റെ. നമ്മൾ ലാസ്റ്റ് ഇവിടെ വലിയൊരു മൂമെൻറ്റ് വിറ്റ്നസ് ചെയ്യാനാണ് വന്നത്. നല്ല റിയാലിറ്റി ചെക്ക് വന്ന് പെട്ടെന്ന്. അങ്ങനെ അന്നത്തെ ദിവസം പുടവെടുക്കൽ ചടങ്ങോടെ വൈൻഡപ്പായി. നെക്സ്റ്റ് ഡേ ഞാൻ ബ്രൈഡിനെ കാണാൻ പോകുന്നതാണ് ഈ കാണുന്നത്. ബ്രൈഡ് ഓൾറെഡി റെഡിയായി തുടങ്ങിയിരുന്നു. മേക്ക് ഓവർ ചെയ്യുന്നത് കാർത്തിക ചേച്ചിയാണ്. ആളെ ഞാൻ ഇൻസ്റ്റാ വഴിയാണ് ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, കാരണം ആളെ വർക്കെല്ലാം നല്ലോണം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ സെലക്ട് ചെയ്തതാണ് ആളെ. സൂര്യക്ക് ഫസ്റ്റായിട്ടാണ് ഇത്രയും മേക്കപ്പ് ഇടുന്നത്. അതുകൊണ്ട് ആ കൂടി ടെൻസ്ഡ് ആയിരുന്നു, എങ്ങനെ ഉണ്ടാവും, ഓവറാവോ അങ്ങനെയെല്ലാം. പക്ഷെ ചേച്ചി അത് നല്ലപോലെ ഹാൻഡിൽ ചെയ്തു. സൂര്യൻ്റെ കൺസേൺസ് എല്ലാം ചോദിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ചേച്ചി സജഷൻസും ടിപ്സും എല്ലാം കൊടുത്തുകൊണ്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മളെല്ലാവരും, പ്രത്യേകിച്ചും സൂര്യ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഫുള്ളി മേക്ക് ഓവറിൽ. ബിഗ് താങ്ക്സ് ടു കാർത്തികേച്ചി. ഇത് ഫുള്ളി നമ്മളെങ്ങനെയാണ് റെഫറൻസ് കൊടുത്തത് അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഔട്ട്പുട്ട് തരാൻ പറ്റി. ഇതാണ് ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിരുന്നത് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്രൈഡിൻ്റെ ഫോട്ടോ സെഷൻ കഴിഞ്ഞ ശേഷം നമ്മളെല്ലാം കൂടി റെഡിയായി നേരെ വെന്യൂവിലേക്ക് എത്തി. കല്യാണത്തിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ നേരെ സദ്യ കഴിക്കാൻ പോയി. ട്രിവാൻഡ്രം സദ്യ പറയുമ്പോൾ കുറേ വിഭവങ്ങളുള്ള ഒരു സദ്യയാണ്. അങ്ങനെ സദ്യയെല്ലാം കഴിച്ച് പിന്നെ ചെക്കനും പെണ്ണിനോട് പറഞ്ഞ് നമ്മളങ്ങ് ഇറങ്ങി. വരുന്ന വഴിക്ക് ഏതോ അമ്പലത്തിലേക്ക് എഴുന്നള്ളത്ത് കൊണ്ടുപോകുന്ന ആനനെ കണ്ട്. അങ്ങനെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ ഈ മിനി വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.